എല്ലാവരും ഓണം വീട്ടിലെത്തിക്കാനുള്ള ധൃതിയായിരിക്കും അല്ലേ? ഞങ്ങൾക്ക് പ്രാവശ്യം ഓണമൊന്നുമില്ല. ഓണമില്ലാണ്ടല്ല, കുറെ ഏട്ടന് പണിയില്ല, പൈസ ഇല്ല, അങ്ങനെ കുറച്ച് കടങ്ങളായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, അവളെ കാലൊക്കെ ഒടിഞ്ഞ് ആശുപത്രിയിലാണ്. അതിന്റെ ചികിത്സയ്ക്കായിട്ട് പൈസ ഉള്ള കയ്യിലുള്ളതൊക്കെ ചെലവാകും ചെയ്തു. ഇപ്രാവശ്യം അതുകൊണ്ട് ഞങ്ങൾക്ക് ഓണമില്ല. കാണം വിറ്റു ഓണമുള്ളെന്ന് പറയും, വിൽക്കാനാണെങ്കിൽ ഓണം പോലും ഇല്ല. വിഷമമൊന്നുമില്ല, എല്ലായ്പ്പോഴും എല്ലാവരും അവസ്ഥ ഒരുപോലെ ആയിരിക്കില്ലല്ലോ, മാറി മാറിയൊക്കെ വരും. പക്ഷെ ചെറിയൊരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉണ്ണി ജനിച്ചിട്ട് ആദ്യത്തെ ഓണാണ്. അവൾക്കൊരു ജോഡി ഓണക്കോടി എടുക്കാൻ പറ്റാത്തൊരു ചെറിയ സങ്കടം. എനിക്ക് കേരളത്തിലെ മലയാളികളോട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണായാലും വിഷു ആയാലും നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം, കേരള ബ്യൂറേജസ് കോർപ്പറേഷന്റെ വിറ്റുവരവ് കൂട്ടുന്ന ഒരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട്. അതിന് ധൃതി കൂട്ടുന്ന പുരുഷന്മാരോടും അനാവശ്യ ആഡംബര ചെലവുകൾക്കായിട്ട് വട്ടം കൂട്ടുന്ന സ്ത്രീകളോടും കൂടിയിട്ടാണ്. നിങ്ങളുടെ ചുറ്റും പരിസരത്തും ഇതുപോലെ ഓണം എത്തിയത് പോലും അറിയാത്ത ഒത്തിരി പാവപ്പെട്ടവരുണ്ടാവും. അവരെ കൂടി നിങ്ങളുടെ ഓണാഘോഷത്തിൽ പങ്കാളികളാക്കണം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.